ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രിവിയൻ ട്രാവലോഗ്. നമ്മുടെ കേരള ടു അരുണാചൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഉണ്ടായിരുന്നത് ആസാമിലെ ബോങ്കായ് ഗാവോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിലായിരുന്നു. ഉറക്കമൊന്നും അങ്ങോട്ട് തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ആയതുകൊണ്ടും ചെറിയൊരു പാർട്ടി സ്പേസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ഞങ്ങളുടെ ഡ്രീം പ്ലേസ് അരുണാചൽ. ഹൈവേയിലൂടെ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊരു 30 കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് പിടിച്ചു. ആദ്യം അതൊരു റോങ് ടേൺ ആണെന്ന് തോന്നിയിരുന്നെങ്കിലും പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആസാമിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന്. ആസാമിലെ ഗ്രാമങ്ങളുടെ ഭംഗിയും അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും ജീവിതശൈലിയൊക്കെ ആ യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അത്. പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തി. ആസാമീസ് വെജ് താലിയാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അവിടെ നിന്നൊരു ഫാമിലിയൊക്കെ പരിചയപ്പെട്ടു. ഒരുപാട് പേര് ഞങ്ങളുടെ യാത്രയ്ക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നു. പിന്നീട് ഞങ്ങൾ യാത്ര ചെയ്ത വഴി ഇങ്ങനെയുള്ളതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എൻ്റെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഇങ്ങനെയുള്ള വഴികളിലേക്ക് കടന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. ഇവിടെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് ഇനിയുള്ള പമ്പുകളുടെ അവൈലബിലിറ്റി ചോദിച്ചിട്ട് ഞങ്ങൾ അരുണാചൽ തേടിയുള്ള യാത്ര തുടങ്ങി. നമ്മുടെ ഇൻഡോ ഭൂട്ടാൻ ബോർഡറിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യം കാണുന്നത്. അവിടെ ഭൂട്ടാൻ അരുണാചൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നൊരു റൗണ്ട് അടിച്ചിട്ട് നേരെ തിരിച്ചു വന്നു. കാരണം ഇപ്പോൾ തന്നെ സമയം 4 മണി 4:30 ആയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ബോർഡറിൽ പോയി പാസ് കാണിച്ചിട്ട് നമുക്ക് അകത്തോട്ട് കിടക്കണം. ഇനി അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്നോ ക്ലൈമറ്റ് എങ്ങനെയാണെന്നോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തുടങ്ങി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ടൊരു സ്ഥലം നിർത്തിയപ്പോഴാണ് ഈ പയ്യന്മാർ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. അവരിവിടെ ആസാമിലുള്ളവരാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ അവർ ജോലിക്ക് വരാറുണ്ട്. അവരുടെ അടുത്ത് ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു. ഇനി അങ്ങോട്ടുള്ള വഴികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ഞങ്ങളുടെ റൈഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് റോഡ് നല്ലതായിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഇതായിരുന്നു റോഡിൻ്റെ അവസ്ഥ. കുറേ ദൂരം ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. നല്ല പൊടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഇത് ആസാമിലെ ഫേമസ് ആയിട്ടുള്ള ധൻസിരി റിവറാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോണത് അരുണാചലിലേക്കാണ്. അരുണാചലിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.